വന്ന ഉണ്ടയില്ല തോക്കിന്റെ അതേ തോക്കുമായിട്ടാ തിരിച്ചടിക്കുന്നത്. മറുപടി പറഞ്ഞോളണം. നിങ്ങൾ ഉദ്ധരിച്ചത് ആധികാരികമാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് നിങ്ങൾ പറയണം. അല്ലെങ്കിലോ നിങ്ങളത് തള്ളുവോ? എന്തേ നിങ്ങൾ തള്ളാൻ? ആ മാനദണ്ഡം വെച്ച് ഞങ്ങൾ അതും തള്ളും. നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾ തള്ളുമോ? എങ്കിൽ ഞങ്ങൾക്ക് പറ്റാത്തത് ഞങ്ങൾ തള്ളും. ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടല്ല, അടിസ്ഥാനമില്ലാത്തതുകൊണ്ട്, ഇസ്ലാമികമല്ലാത്തത് കൊണ്ട്. മനസ്സിലാക്കിക്കോ നിങ്ങൾ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയാ. എന്നാലേ നിങ്ങൾ മനസ്സിലാക്കിക്കോ, പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവരെ. ഇതൊരു പഠനാണല്ലോ, ഇതൊരു പഠനല്ലേ. നിങ്ങളുടെ പരമ്പരയിലുണ്ടായിരുന്ന നിങ്ങൾ എണ്ണിയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നാ എന്താ ചെയ്യാറുണ്ടായിരുന്നത്? അവിടെ പോയിട്ട് വലവന്നഹും ആയത്തോതോ യാ ഖൈറ മൻദൂഫീനത് ബിൽ ഖാഇ അഹ്ലമോ, ബൈത്തിയല്ലോ, മണ്ണ് വാരി തലയിലിടോ, എമ്മൽക്ക് വീഴോ, പൊട്ടിക്കരയോ, എന്താ ചെയ്യാറ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പ്രദായം എന്താണ്? ഫകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, എന്തായിരുന്നു മഹാനവറുകൾ ചെയ്തിരുന്നത്? ഖബറിന്റെ സമീപത്ത് ചെന്നാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ അബതാ, അതും പറഞ്ഞ് പിരിഞ്ഞു പോകാറാണ്. സലാം പറഞ്ഞാണ് പോവും. നബിനെ വിളിച്ച് തേട്ടമില്ല, അള്ളാന്റെ റസൂലിനെ വിളിച്ച് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞ് അവിടെ വിളിച്ച് അസ്അലുക ശഫാഅത യാ റസൂലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്ന വർത്താനമില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പരമ്പര കൊണ്ടായി ചോദിക്കുന്നത്. എന്താ ഇബ്നു ഉമറിനെ അങ്ങനെ പറയുന്നത് റളിയല്ലാഹു അൻഹു? എന്താ അവരെ പറ്റി പറയുന്നത്? നിങ്ങൾ ഉസ്താദിന്റെ ഉസ്താദായിട്ട് എണ്ണീറ്റ് റസൂലുള്ളാഹിന്റെ അപ്പുറത്തെ ഉസ്താദ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ നിങ്ങൾ എണ്ണിയത്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ പാരമ്പര്യം നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ? മഹാനവറുകൾ പോയാൽ അത്രേ ചെയ്യുള്ളൂ. ഇനി ഇബ്നു ഉമറിൽ നിന്ന് നാഫി ഇമാം കേട്ടു, നാഫിയിൽ നിന്ന് ഇമാം മാലിക് കേട്ടു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അതാ മദീനത്ത് താമസിച്ചിരുന്ന ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ എന്താ പറയാറുണ്ടായിരുന്നത്? യാ ഖൈറ മൻദൂഫീനത്ത്, ബൈത്തി എല്ലാറുണ്ടോ, മണ്ണ് വാരി തലയിടാറുണ്ടോ, വീഴാറുണ്ടോ? യാ റസൂലല്ലാഹ് അസ്അലുക ശഫാഅത യാ റസൂലല്ലാഹ്, വിളിച്ചു തേടാറുണ്ടോ? ഇല്ല കേട്ടോ. എന്താ മഹാനവറുകൾ ചെയ്യാറുള്ളത്? മാലിക് ഇമാം എന്താ പറയാറുള്ളത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അതിലൊതുക്കും. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. അതാണ് ഇമാം മാലിക് പറയാറുള്ളത് എന്ന ഭാഗം എടുത്തുദ്ധരിച്ചുകൊണ്ട് അതാ ശാഫിഈ പണ്ഡിതനായ ഇബ്നു ഹജർ അൽ ഹൈതമി തന്നെ പറയുകയാണ്. എന്താ പറയുന്നത് കേട്ടോളൂ. മാല ഇലൈഹി ത്വബിരി, ഇമാം ത്വബിരി ആ വീക്ഷണക്കാരനാണ്. അഥവാ ഇങ്ങനെ ഖബറിലേക്ക് പോയാൽ ഇങ്ങനെ അധികമൊന്നും പറയരുത്, ഇത് മാത്രമേ പറയാവൂ. എന്നിട്ട് പറയാണ് ഫഖാല വഇൻ ഖാല സായിറു മാ തഖദ്ദമ മിന തത്വീലി, ഈ രൂപത്തിലുള്ള സലാം ചൊല്ലലിന് അപ്പുറം വേറെയും ചില റിപ്പോർട്ടുകൾ നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് റിസാലത്ത് എത്തിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തുടങ്ങി സുദീർഘമായ ചില പ്രാർത്ഥനകൾ കൂടി ഏതെങ്കിലും നിലക്കാരെങ്കിലും പറയുകയാണെങ്കിൽ ഫലാ ബഅസ ബിഹി, പക്ഷേ അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ പരമ്പരയിലുള്ള ആളുകള് ചെയ്തത് അതല്ല, അവരങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മുൻഗാമികളായ സലഫുകൾ ചെയ്ത പണി എന്താണ്? അതിൽ ചുരുക്കലാണ്. ഇല്ലാ അന്നൽ ഇത്തിബാ ഔലാ മിനൽ ഇബ്തിദാഇ വലൗ ഹസനാ, പിൻപറ്റലാണ് മഹത്തുക്കളായ ആളുകൾ, സ്വഹാബത്ത്, താബിഈകൾ. അവരെന്തിലാണോ ചുരുക്കിയത് അത് പറഞ്ഞിടത്ത് അവർ എന്താണോ പഠിപ്പിച്ചത് അവിടെ നിൽക്കലാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വകയായിട്ട് പുതിയതുണ്ടാക്കിയതിനേക്കാൾ ആ പുതിയതെത്ര നല്ലതാണെന്ന് തോന്നിയ